നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആക്മെ സോളാർ ഹോൾഡിംഗ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ വിശേഷമാണ്. 2015 ഹരിയാനയിലെ ഗുരുഗ്രാമത്തിൽ രൂപം കൊണ്ട ഈ കമ്പനി വിൻഡ് പവറിൽ നിന്നും സോളാർ എനർജിയിൽ നിന്നും ഇലക്ട്രിസിറ്റി നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നാണ്. ഇത് നവംബർ 6 മുതൽ 8 വരെയാണ് ഇതിൻ്റെ ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 2900 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൽ 2395 കോടി രൂപയ്ക്കുള്ളതും ഫ്രഷ് ഓഹരികളാണ്. അപ്പോൾ ഈ സോളാർ കമ്പനി, അതായത് ആക്മെ സോളാർ ഹോൾഡിംഗ്സ് ലിമിറ്റഡ് എന്നുള്ള ഈ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ആക്മെ സോളാർ എന്നുള്ള ഈ കമ്പനി ലാർജ് സ്കെയിലായിട്ടുള്ള റിന്യൂവബിൾ എനർജി, അതും ഗ്രീൻ എനർജിയാണ്, സീറോ എമിഷൻ. അപ്പോൾ അത്തരത്തിലുള്ള പ്രൊജക്റ്റുകളുടെ ഡെവലപ്മെൻറ്റ്, കൺസ്ട്രക്ഷൻ, ഓണർഷിപ്പ്, ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ്, ഇക്കാര്യത്തിലെല്ലാം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണിത്. അവരുടെ ഇൻഹൗസ് ഒരു എൻജിനീയറിംഗ് ടീമാണ് ഇത്തരത്തിലുള്ള എൻജിനീയറിംഗ്, പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ, അല്ലെങ്കിൽ EPC ഡിവിഷനുണ്ട് അവരുടെ. അവർ വഴിയും അതുപോലെ തന്നെ ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ടീമിൻ്റെയും പ്രവർത്തനങ്ങൾ മികവിലൂടെയാണ് കമ്പനി അവരുടെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും ജനറേറ്റ് ചെയ്യുന്ന, കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി വിവിധ തരത്തിലുള്ള വലിയ പ്ലാന്റുകൾക്ക്, അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ പ്ലാന്റുകൾക്ക് വിറ്റുകൊണ്ടാണ്, അതിൽ നിന്നാണ് ഈ കമ്പനി അവരുടേതായ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. 2024 ജൂലൈ വരെയുള്ള കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനകം 2719 മെഗാവാട്ട് സോളാർ പ്രോജക്ട്സ് ആണ് ആക്മെ സോളാർ ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അവർ ഒരു 1320 മെഗാവാട്ടിൻ്റെ പ്രൊജക്റ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് കൂടാതെ ഇപ്പോൾ ഒരു 1650 മെഗാവാട്ടിൻ്റെ ഒരു പുതിയ പ്രൊജക്റ്റ് വന്നിട്ടുണ്ട്. അതിലൊരു 1500 മെഗാവാട്ടും സോളാർ പ്രോജക്റ്റ് തന്നെയാണ്. 150 മെഗാവാട്ടിൻ്റെ വിൻഡ് പവർ പ്രൊജക്റ്റും അതിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രൊജക്റ്റ് ഉടൻ തന്നെ ചെയ്യാനിരിക്കുന്നത് 2350 മെഗാവാട്ടിൻ്റെയാണ്. അതിൽ ഒരു 300 മെഗാവാട്ട് സോളാർ പവർ പ്രോജക്ട്സ് തന്നെയാണ്. പിന്നെ 830 മെഗാവാട്ട് ഹൈബ്രിഡ് പവർ പ്രോജക്ട്സും 1250 മെഗാവാട്ട് FDRE പവർ പ്രോജക്ട്സുമാണ്. അപ്പോൾ ഇത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടക്കാനിരിക്കുന്ന പ്രോജക്റ്റുകളാണ്. ഇത് കൂടാതെ ഇപ്പോൾ അവരുടെ സബ്സിഡിയറി കമ്പനിയായിട്ടുള്ള ആക്മെ ക്ലീൻ ടെക് എന്നുള്ള കമ്പനി ഉത്തർപ്രദേശ് ഗവൺമെൻറ്റുമായിട്ട് ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തിട്ടുണ്ട്. അതായത് അവരുടെ ഗവൺമെൻറ് ഓഫ് ഉത്തർപ്രദേശിൻ്റേതായിട്ട് ഒരു 600 മെഗാവാട്ട് ക്ലോസ്ഡ് ലൂപ്പ് പമ്പ് സ്റ്റോറേജ് സിസ്റ്റം വഴി, അതായത് 2 റിസർവോയറെ തമ്മിൽ പൈപ്പ് ലൈൻ വഴി ബന്ധിപ്പിച്ച് ടർബൈൻ കറക്കി പുറത്തേക്ക് വെള്ളം ഒഴുക്കാതെ തന്നെയുള്ള വൈദ്യുതി ജനറേഷൻ, അതിനു വേണ്ടിയിട്ട് ആക്മയുടെ ഊർജ 2 എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടുള്ള മറ്റൊരു സബ്സിഡിയറി കമ്പനിയും കൂടി ചേർന്നിട്ടാണ് ഇത്തരത്തിൽ ഒരു ക്ലോസ്ഡ് ലൂപ്പ് പമ്പ് സ്റ്റോറേജ് പ്രോജക്റ്റ് 600 മെഗാവാട്ടിൻ്റെ ഉത്തർപ്രദേശ് സർക്കാരിന് വേണ്ടിയിട്ട് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കമ്പനിക്ക് ഇപ്പോൾ 214 പെർമനൻ്റ് എംപ്ലോയീസ് ആണുള്ളത്, അവരുടെ മറ്റ് ഓൺസൈറ്റ് ലേബേഴ്സിനെ കൂടാതെ. ഇനി നമുക്ക് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ട് ഈ ചിത്രത്തിൽ കാണുന്ന മനോജ് കുമാർ ഉപാധ്യായയാണ് ഇതിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും. അദ്ദേഹം ഇതിൻ്റെ പ്രധാന പ്രൊമോട്ടറാണ്. അദ്ദേഹത്തെ കൂടാതെ മമത ഉപാധ്യായ ഉണ്ട്. പിന്നെ ഇവരുടെ സബ്സിഡിയറി കമ്പനി ആയിട്ടുള്ള ആക്മെ ക്ലീൻ ടെക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡും MKU ഹോൾഡിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡും പിന്നെ ഉപാധ്യായ ഫാമിലി ട്രസ്റ്റും, ഇത്രയും പേര് ചേർന്ന 100% ഓഹരികളായി ഇഷ്യൂവിന് തൊട്ട് മുമ്പ്. ഇതിൽ ആക്മെ ക്ലീൻ ടെക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ഈ സബ്സിഡിയറി കമ്പനി അവരുടെ കൈവശമുള്ള നല്ലൊരു പങ്ക് ഓഹരികളും ഇപ്പോൾ വിറ്റഴിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ 505 കോടി രൂപയുടെ ഓഫർ ഫോർ സെയിൽ ഇതിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ മറ്റ് വിശേഷങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ EPS 11.45, ഈ P റേഷ്യോ 25.04, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 26.95% ആണ്. NAV 49.62 എന്നിങ്ങനെയാണ് കാണുന്നത്. ഇനി നമുക്ക് ഫിനാൻഷ്യൽ സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ 2023 ശേഷം വളരെ മികച്ച പ്രകടനമാണ് കമ്പനി കാണിച്ചിരിക്കുന്നത്. ടോപ്പ് ലൈനും ബോട്ടം ലൈനും മികച്ച ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. അതായത് 2023 ഇതിൻ്റെ റവന്യൂ 1361
53.37 കോടി രൂപയായിരുന്നെങ്കിൽ 2024 ആയപ്പോഴത്തേക്ക് 1466.27 കോടി രൂപയിലേക്ക് അത് വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നെറ്റ് ഇൻകത്തിലാണെങ്കിൽ 2023 മൈനസാണ്, അതായത് നഷ്ടമാണ്. 3.17 കോടി രൂപയുടെ നഷ്ടം രേഖപ്പെടുത്തിയപ്പോൾ കമ്പനി അത് 2024 ആയപ്പോഴത്തേക്ക് 698.23 കോടി രൂപയുടെ ലാഭത്തിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ വലിയൊരു കുതിപ്പാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ റവന്യൂവിലും അറ്റാദായത്തിലും മികച്ച നിലവാരത്തിലേക്ക് കമ്പനി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സായിട്ട് അവർ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന അദാനി ഗ്രീൻ എനർജിയും റിന്യൂ എനർജി ഗ്ലോബൽ എന്നീ 2 കമ്പനികളെയാണ്. എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്ത് വന്ന വാരി എനർജിയും കൂടി ഒരു പരിധി വരെ ഇതിൻ്റെ കോമ്പറ്റീറ്ററായിട്ട് പറയാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഇഷ്യൂ കഴിയുമ്പോൾ കമ്പനി ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പണം ചെലവാക്കുന്നത് നോക്കുക. 2900 കോടി രൂപയാണല്ലോ ഇവർ റേസ് ചെയ്യുന്നത്. അതിൽ 505 കോടി രൂപ ഓഫർ ഫോർ സെയിലാണ്. ബാക്കിയുള്ള തുകയാണ് കമ്പനിയിലേക്ക് വരുന്നത്. അതിൽ 1500 കോടി രൂപ അവരുടെ സബ്സിഡിയറികളുടെ ചില പേയ്മെൻറ്റുകളും കടബാധ്യതകളും എല്ലാം തീർക്കാനായിട്ട് വിനിയോഗിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി തുക കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടുകയും ചെയ്യും. നമുക്കിനി ഇതിൻ്റെ ലീഡ് മാനേജേഴ്സ് ആരാന്ന് നോക്കാം. നുവാമ വെൽത്ത് മാനേജ്മെൻറ്റ്, ICICI സെക്യൂരിറ്റീസ്, JM ഫിനാൻഷ്യൽസ് ലിമിറ്റഡ്, കോട്ടക് മഹീന്ദ്ര ക്യാപിറ്റൽ, പിന്നെ മോത്തിലാൽ ഒസ്വാൾ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത്രയും കമ്പനികളാണ് പ്രധാനമായിട്ടും ലീഡ് മാനേജേഴ്സ് ആയിട്ടുള്ളത്. ഇതിൻ്റെ രജിസ്ട്രാർ KFin ടെക്നോളജീസാണ്. ഇനി ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റ നോട്ടത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. 6 മുതൽ 8 വരെയാണ് നവംബർ മാസത്തിൽ ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 275 രൂപ മുതൽ 289 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത്. ഫ്രഷ് ഓഹരികൾ 2395 കോടി രൂപയ്ക്കുള്ളതും ഓഫർ ഫോർ സെയിൽ 505 കോടി രൂപയ്ക്കുള്ളതുമാണ്. അപ്പോൾ ടോട്ടൽ വരുമ്പോഴാണ് 2900 എന്ന് പറയുന്നത്. റീറ്റെയിലറെ സംബന്ധിച്ചിടത്തോളം ഇത് 51 ഓഹരികളാണ്, 51 ഷെയർസാണ് ഒരു ലോട്ട് എന്ന് പറയുന്നത്. അങ്ങനെ 51ൻ്റെ ഗുണിതങ്ങളായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. 2 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. ഇത് റീറ്റെയിൽ അലോക്കേഷൻ 10% ഉള്ളൂ. 75% QIB അല്ലെങ്കിൽ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് കൊടുക്കുന്നത്. ബാക്കിയുള്ളത് HNIസിനുമാണ് ഇവർ ഇഷ്യൂ നൽകുന്നത്. റീറ്റെയിലേഴ്സിന് 10% മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം. ലിസ്റ്റിംഗ് NSEയിലും BSEയിലും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത് നവംബർ 11 തീയതി ആയിരിക്കും. ലിസ്റ്റിംഗ് നവംബർ 13 ആയിരിക്കും. അപ്പോൾ ഈ കമ്പനിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഗ്രീൻ എനർജിയാണ്, സീറോ എമിഷൻ കമ്പനിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളിൽ, ഇത്തരത്തിലുള്ള ഈ കാറ്റഗറിയിൽ പെടുന്ന ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സിനും ഇത് വലിയ ലാഭം ഇമ്മീഡിയറ്റ് ആയിട്ട് തരും എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ACME സോളാർ ഹോൾഡിംഗ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷങ്ങൾ കേട്ടല്ലോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ഇത് ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ ഇടാനൊന്നും പഠിക്കേണ്ട. അതുപോലെ തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. വീഡിയോയെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക. നമുക്കൊരു മറ്റൊരു IPO വിശേഷമായിട്ട് വീണ്ടും ഉടൻ തന്നെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.